എനിക്ക് ഇന്നെങ്കിലും ആ സത്യം അറിയണം. പറയൂ, എന്റെ അച്ഛൻ ആരാണ്? നീ ജനിച്ചു വീണ അന്നു മുതൽ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് മോളെ. നിന്നിൽ നിന്ന് ഇനി ഒന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല. നിന്റെ അച്ഛനാണ് വിശ്വം, വിശ്വനാഥൻ. വിശ്വനാഥൻ. എനിക്ക് 2 അച്ഛന്മാരുണ്ടമ്മേ. ഇല്ല മോളെ, വിശ്വനാഥൻ എന്നാ നിന്റെ അച്ഛന്റെ പേര്. ഞാൻ വിളിക്കുന്ന പേരാണ് വിശ്വം. എന്റെ അച്ഛൻ ഇപ്പോൾ എവിടെയുണ്ടമ്മേ? സെൻട്രൽ ജയിലിൽ. എന്റെ അച്ഛൻ സെൻട്രൽ ജയിലിലാണ്. എന്റെ വിശാലം, എന്റെ വിശ്വേട്ടാ, ആരാണ് നീ മനുഷ്യൻ? മോളെ, ഇത് നിന്റെ അച്ഛൻ. മോളെ വിശ്വനാഥൻ, തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? അതെ, സിംഹക്കൂട്ടിൽ എലിക്കെന്ത് കാര്യമിടാ? വാക്കുകൾക്ക് കടിഞ്ഞാനെടുത്തതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. കടിഞ്ഞാണിലെത്ത കുതിരയാടാ ഞാൻ. സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. തെറ്റി വിശ്വം, ഇത് മൂർഖൻ പാമ്പും മുറിവേറ്റ സിംഹവും തമ്മിലുള്ള പോരാട്ടമാണ്. കാക്കിയിട്ട ചെറുത്താനെ നിരപരാധിയെ ക്രൂശിക്കാൻ നീ അവിടെ മനുഷ്യൻ. നിർത്തൂ വിശ്വനാഥൻ. കുഞ്ഞിനാളിൽ എന്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ആ ഗുരുനാഥൻ ഇന്ന് എന്നോടൊപ്പമില്ല. വിശ്വനാഥൻ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നീതി പാലിക്കുന്നവരാണ് നീതി പാലകൻ. സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തും, ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്താറില്ല. കുലദ്രോഹി എന്തു പറഞ്ഞാ പക്ഷി. ഒരുമാതിരി മറ്റേടത്തെ പണി കാണിക്കുന്നത്. എടാ, എന്നോടുള്ള വൈരാഗ്യം തീർക്കുന്നത് സ്റ്റേജ് വെച്ച് കണ്ണക്കുറ്റി കഴിക്കാനോടാ? ഞാൻ മനഃപൂർവ്വം ചെയ്തെന്നാണോ വക്കച്ചൻ പറയുന്നത്? പൊസിഷൻ മാറി ഇന്ന് ആർക്കായാലും അടി കൊള്ളും. ഒരടി കൊണ്ടാൽ എന്ത് വേണ്ടു? സീൻ കലക്കിയില്ലേ? എന്തൊരു കയ്യടിയായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. ഞാൻ കാശും തരണം, നിന്റെ ഒക്കെ തല്ലും കൊള്ളണം അല്ലേടാ? വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ഈ സ്റ്റേജിൽ വെച്ച് അടി കൊള്ളുന്നതൊക്കെ സർവ്വസാധാരണമാണ്. അതുകൊള്ളാലോ. ഈ കണക്കിന് ഒരാളെ കുത്തുന്ന സീനാണ് നിങ്ങൾ ശരിക്കും കുത്തിക്കൊല്ലുവോ? ഓ, അടി കൊണ്ടത് വക്കച്ചൻ ചേട്ടനാണെങ്കിലും വേദനിച്ച് അമ്മണി ചേച്ചിക്കാണല്ലോ. ഒരുപാട് തന്തരാരിയോ പറയുന്നത് കേട്ടോ. എന്റെ തന്തയ്ക്ക് വിളിച്ചാണ്ടല്ലോ. വിളിച്ചാൽ നീ എന്ത് ചെയ്യും? തല്ലുവോ? തലടാ. തനിക്ക് ധൈര്യമുണ്ട് ഒരു പ്രാവശ്യം കൂടി വിളിച്ചു നോക്കണം മാപ്പിളെ. അടിച്ചെന്നെ മോന്ത്ര ഷേപ്പ് ചെയ്യാൻ പറ്റും. ഓഹോ, നീയൊക്കെ എന്നെ തല്ലാറായല്ലേ? ഇനി നിന്നെയൊക്കെ വെച്ച് നാടകം കളിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒതുക്കണ വണ്ടി. എറണാകുളത്ത് നീയൊക്കെ എന്ത് വിചാരിച്ചു? രണ്ടാമത് ഉള്ളതുകൊണ്ട് പോക്കത്തോളം കാണിക്കാൻ വന്നു. എറണാകുളിയില് ഓട്ട വക്കത്തിനിട്ട കള. അവർക്ക് അറിയാതെ പറ്റിയതല്ലേ? അറിയാതെ പറ്റിയതൊന്നുമല്ല, മനഃപൂർവ്വം ചെയ്തതാ. ഇറങ്ങാനാ പറഞ്ഞത്. അങ്ങനെ പേടിപ്പിക്കാതെ. ഈ നാട്ടിൽ തന്റെ ഒരു ഉണക്ക ട്രൂപ്പ് മാത്രമല്ല ഉള്ളത്. ഉണ്ടടാ, വേറെ നല്ല ട്രൂപ്പുകളുണ്ട്. പക്ഷെ നിന്നൊന്നും ഒറ്റ സാർ നിർത്തില്ലടാ. ഇപ്പൊ ഇവന്മാരെ ഇറക്കി വിട്ടാൽ നമ്മൾ പീച്ചാനിക്കാട് അമ്പലത്തിലെ 2ാം കളി എങ്ങനെ കളിക്കും? വേണ്ട, നാടകം കളിക്കണ്ട. അമ്പലക്കാർക്ക് എന്ത് നഷ്ടം വന്നാലും ഞാൻ കൊടുത്തോളാം. പക്ഷെ ഉമ്മാരെ വെച്ച് കളിക്കില്ല. എറണാകുളത്ത് നമ്മളിങ്ങനെ തല്ലി ഒന്നാം പൈസ പഠിക്കണം. ആ പൈസ ഞാൻ 2ാം കളി പീച്ചാനിക്കാട് നിന്റെ അപ്പം വന്ന് കളിക്കുള്ള പന്നി. ശരിയല്ലേ? യെസ്, എസ് ഐ ഹിയർ. സാർ, നൈറ്റ് പെട്രോൾ ഉണ്ട് സാർ. സാർ, ഭ്രാന്തന്മാരുടെയും പാതിരിയുടെയും ഒക്കെ വേഷത്തിലാണ് സാർ ഇപ്പൊ ചെന്ന് മോഷണം നടത്തുന്നത്. സാർ, തേവരയിൽ വീട്ടിൽ ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് വരട്ടിയാണ് മോഷണം നടത്തിയത്. സാർ, അത് സാർ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചാണ് മാല പൊട്ടിച്ചുകൊണ്ട് ഓടിയത്. സാർ, ഇന്നത്തെ പെട്രോളിന് ഞാനും പോകുന്നുണ്ട്. എന്നാൽ ഈ പാതിരാത്രിക്ക് അയാൾ നമ്മളെ ഇറക്കി വിട്ടില്ലേ? അയാൾ നമ്മളൊന്ന് വരട്ടാൻ വേണ്ടി ചെയ്തതല്ലേ? അയാൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും. നമ്മളില്ലാതെ അയാൾ എങ്ങനെ സെക്കൻഡ് കളി കളിക്കും? അയാൾ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ വന്നാൽ നല്ല ചവിട്ട് കൊടുക്കും. നാണം ഉണ്ട് അയാൾക്ക്. നാണമില്ലാത്തതുകൊണ്ട് അതിൽ പൈസയുണ്ട്. അയ്മൻ അമ്മണി എന്ന് പറഞ്ഞൊരു കീപ്പുണ്ട്. ഒരു കളിക്ക് സർവ്വ ചെലവും കഴിച്ച് 1500 രൂപ ചോള പോലെ പോക്കറ്റിൽ വീഴുന്നുണ്ട്. പക്ഷെ ഇനി തിരിച്ചു വന്ന് വിളിച്ചാൽ നമ്മളെ കയറരുത്. നമ്മളില്ലാതെ വക്കച്ചൻ എങ്ങനെ നാടകം കളിക്കുന്നു കാണുന്നുണ്ട്. എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഞാനിപ്പോ ഇതില്ലെങ്കിൽ സൂര്യസോമിലേക്ക് APS കയറി രക്ഷപ്പെടും. നിന്റെ കാര്യം ആലോചിച്ചിട്ടാ. അത് പറയാതെ എനിക്കും പേടിക്കാനൊന്നുമില്ല. ഞാൻ കേരളത്തിലുള്ള സകല നാടക ട്രൂപ്പുകളിലും റോളിന് വേണ്ടി ശ്രമിക്കും. ഒന്നിലും ശരിയായില്ലെങ്കിൽ മലയാളം TV സീരിയലിൽ അഭിനയിക്കും. വരുന്നുണ്ട്. നമുക്ക് ഒളിച്ചിരിക്കാം. സ്വല്പനേരം നമ്മളെ കാണാതെ അയാൾ വിരലെത്താം. വാ, നമുക്ക് ഇങ്ങോട്ട് കയറാം. വരുന്നുണ്ട്. അതിനെ 25 രൂപ കൂടുതൽ എന്നാലും നാളെ മുതൽ കളിക്ക് വരുമെന്ന് പറയാം. ഞാൻ വരത്തുന്നത് നീ നോക്കിക്കോ. പോലീസിന്റെയും ഭ്രാന്തന്മാരുടെയൊക്കെ വേഷം കെട്ടി നീയൊക്കെ മോഷ്ടിക്കാൻ നടക്കുന്നോടാ റാസ്കൽ.
സത്യം പറഞ്ഞു, തൊണ്ടി സാധനങ്ങൾ എവിടെയാ കുഴിച്ചിട്ടിരിക്കുന്നത്? അതിന് ഞങ്ങൾ കള്ളന്മാരല്ല സാർ. എടാ, ഏതെങ്കിലും കള്ളന്മാർ ഇതുവരെ കള്ളനാണെന്ന് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താണ് പഠിക്കാത്തത്? എന്താണ് ഇത്? ഇത് നോട്ടീസ്. എന്ത് നോട്ടീസ്? ഞങ്ങൾ 2 പ്രൊഫഷണൽ നടന്മാരാണ്. ഇത് ഞങ്ങളുടെ പരിപാടിയുടെ നോട്ടീസാ. ഇത് ഞാൻ പെരപ്പങ്കോട് പ്രഭാകരൻ, ഇത് പോൾ രാജ്. പിണ്ടിമന പോൾ രാജ്. നിന്റെയൊക്കെ പിണ്ടിമന. എന്നാ നിനക്കൊക്കെ ഇത് നേരത്തെ പറഞ്ഞോളായിരുന്നോടാ? സാർ ഇടി നിർത്തിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. മേക്കപ്പും ഡ്രസ്സും ഒക്കെ അഴിച്ചു വെച്ച് വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇവിടെ വെച്ച് വേണ്ട, പുറത്തു പോയേക്ക്. അയ്യേ, ആന്റി എന്തിനാ ബഹളം വയ്ക്കുന്നത്? മോളെ ഹോസ്പിറ്റലിലേക്കല്ലേ കൊണ്ടുപോകുന്നത്? അതും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക്. ഓക്കെ, ആന്റി ഇവിടെ നിന്നോളൂ. കൊണ്ടുവരൂ. യമുനെ, എന്താ ഇത്? ബഹളം വയ്ക്കാതെ, എല്ലാ അസുഖമാകും. ഇവിടെ കൊണ്ട് സെല്ലിലടക്കി. എന്റെ മോക്ക് ഭ്രാന്തില്ല. എന്റെ മോളെ സ്വന്തമാക്കി ഞങ്ങളുടെ സ്വത്തെല്ലാം തട്ടിയെടുക്കാൻ ആ കൃഷ്ണകുമാർ ചെയ്ത ചതിയായത്. ആരായി കൃഷ്ണകുമാർ? ഭ്രാന്താശുപത്രി നടത്തുന്ന ഡോക്ടറാ. യമുനയുടെ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാണ്. നിങ്ങൾക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തൂടെ? അങ്ങനെ ചെയ്താൽ ആ നിമിഷം എന്റെ മോളെ ശരിക്കും ഒരു ഭ്രാന്തിയാക്കി മാറ്റുന്ന അയാൾ പറഞ്ഞിരിക്കുന്നത്. ഭ്രാന്ത് ആശുപത്രിയിൽ സ്വയംബോധം കൊണ്ട് നശിച്ച നിലയിൽ എന്റെ മോളെ കാണേണ്ടി വന്നാൽ നിങ്ങളെ സഹായിക്കാൻ മറ്റു ബന്ധുക്കൾ ആരുമില്ലേ? ബന്ധുക്കളെന്ന് പറഞ്ഞ അടുത്തുകൂടിയവരാ ഈ ചതി ചെയ്തത്. കൃഷ്ണകുമാറിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തന്റെ പേരില്ല എന്റെ മോളെ ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എനിക്കും എന്റെ മോക്കും വേറെ ആരുമില്ല. എങ്ങനെയെങ്കിലും എന്റെ മോളെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ? അതിപ്പോ അമ്മയെ ഞങ്ങൾ വിചാരിച്ചാൽ. ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ സജീവമായിട്ട് ഇടപെടണമെന്നുണ്ട്. പക്ഷെ ടൈമില്ല. ഞങ്ങൾ പ്രൊഫഷണൽ നാടകക്കാരാ. ഇന്ന് കാസർഗോഡ്, നാളെ പാറശാല, മറ്റന്നാൾ. അമ്മേ, ഞങ്ങള് എനിക്ക് പറയാനുള്ളത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി.